ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ 8:30 മണിയായിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സൊക്കെ ഫോൾഡ് ചെയ്യാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചാനലിലുള്ള ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് കേട്ടോ ഇന്ന്. അപ്പോൾ മോൻ ഏകദേശം എണീറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എഴുന്നേറ്റ് ഇതാ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി ബ്രഷൊക്കെ ചെയ്ത് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഇന്ന് കുറേ സ്ഥലത്തേക്ക് പോകാനുണ്ട്. ആദ്യം നമുക്ക് സ്കൂളിലേക്ക് പോകാനുണ്ട്. മക്കൾ ഓപ്പൺ ഹൗസാണ് ഇന്ന്. അപ്പോൾ അവിടത്തേക്ക് പോകാനുണ്ട്. പിന്നെ ഇവൻ്റെ സ്കൂളിലേക്ക് പോകാനുണ്ട്. പിന്നെ ഇവനൊന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. കാരണം ഇവനിക്ക് നല്ല നോസ് ബ്ലോക്കും ഫീവറൊക്കെ ഉണ്ട്. തലേന്ന് രാത്രി ഇവൻ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല. ബ്രീത്ത് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് കാരണം ആ മുഖത്ത് നല്ല ക്ഷീണം കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മളെ നാട്ടിൽ പഴം വാട്ടിയെന്ന് പറയും. അപ്പോൾ പഴം വാട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം തന്നെ ഉണ്ട്. അപ്പം പഴവും പഞ്ചസാരയും കുറച്ച് 2 മുട്ട, പിന്നെ നമുക്ക് വേണമെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാൻ. ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ അതിനൊന്നും ടൈമില്ല. പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തേങ്ങ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ ഇപ്പോൾ അവൻ്റെ സംസാരമൊക്കെ കേട്ടിട്ട് വേഗം ഒന്ന് ഫുഡ് അവനിക്ക് കൊടുക്കുകയും ചെയ്യണം. കാരണം ഓൾറെഡി സമയം ഏകദേശം 10 മണിയായി തുടങ്ങിയിട്ടുണ്ട്. 10 മണി തൊട്ട് 10:30 മണി വരെയാണ് നമ്മളെ ടൈമിംഗ് ഉള്ളത്. പ്രത്യേകിച്ചൊന്നുമില്ല എന്നാണ് ടീച്ചർ പറഞ്ഞത്. ഇനിയിപ്പോൾ അവരെ ഫൈനൽ എക്സാം ഒക്കെ ആവാനായതുകൊണ്ട് അതിനുള്ളൊരു മീറ്റിംഗ് ഒക്കെയാണ്. മാർച്ചിലാകുമ്പോൾ അവർ എക്സാം തുടങ്ങാനായല്ലോ. ഇവനാണെങ്കിൽ ഫുഡ് ഇങ്ങനെ വയ്യാത്തതുകൊണ്ട് അവന് ഫുഡ് കഴിക്കാനും നല്ല ഇതുണ്ട്, മടിയുണ്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ കുറച്ച് പാൽ കൊടുക്കുന്നുണ്ട്. കാരണം ഇനിയിപ്പം ഇങ്ങനെയുള്ള സ്ഥിതിക്ക് പാൽ കൊടുക്കാതിരിക്കലാണ് ബെറ്റർ. കാരണം കഫക്കെട്ട് നല്ലോണം കൂടുകയൊക്കെ ചെയ്യും. പക്ഷേ ഇന്ന് അവന് കുറച്ച് പാൽ വേണമെന്ന് പറഞ്ഞു, ബൂസ്റ്റ് ഇട്ടിട്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തു. ഞാൻ കോഫിയാണ് കുടിച്ചത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേഗം സ്കൂളിലേക്ക് പോകാനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യാണ്. എല്ലാ ലൈറ്റ്സും ഫാനൊക്കെ ഓഫാക്കിയിട്ട് വേഗം വേണം ഇനി അതിലേക്ക് പോകാൻ. ഇനിയിപ്പോൾ ഞാനിവിടെ ബീഫ് കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ബീഫ് കൊണ്ടുവന്നിട്ട് ഞാൻ ബീഫ് ജസ്റ്റ് സിങ്ങിൽ വെച്ചതേ ഉള്ളൂ. ഇനി വന്നിട്ട് വേണം ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അത് കാരണം വന്നിട്ട് തന്നെ വേഗം ഉണ്ടാക്കാമെന്ന് കരുതി. മക്കളെത്തുമ്പോൾ എന്തായാലും ഒരു 2 മണിയാവും, 2:30 മണിയാവും. അങ്ങനെ ഇപ്പോൾ ഇതാ സ്കൂളിൽ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാണ്. ഇനിയിപ്പോൾ നേരെ ഇവൻ്റെ സ്കൂളിലേക്ക് പോകണം. അപ്പോൾ ഇതാ ഇവൻ്റെ സ്കൂൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മൂന്നാമത്തെ ആളായതുകൊണ്ട് മൂത്ത മോൻ്റെ മൂത്ത 3 മക്കളുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല അഡ്മിഷൻ്റെ കാര്യത്തിൽ. അങ്ങനെ ഇപ്പോൾ ഇവനെയും കൊണ്ട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് വന്നിരിക്കുകയാണ് നമ്മളെ നാട്ടിൽ തന്നെ. ഞാനിപ്പോൾ ഇങ്ങനെ പനി ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടത്തേക്ക് തന്നെ 3 ആളെയും കൊണ്ടുവരാറുള്ളത്. ഞാൻ അടക്കം ഇവിടെ തന്നെ വരാറുള്ളത്. പിന്നെ നമ്മൾ ഇവിടെ ഒതുങ്ങുന്നില്ലെങ്കിൽ മാത്രമേ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകാറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ തന്നെയാണ് ഏറ്റവും നല്ലത്. മെഡിസിനും അത്ര വലിയ സ്ട്രോങ് ആയിട്ടുള്ള മെഡിസിനും തരില്ല. പിന്നെ ഇപ്പോൾ ഇതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം വേഗം എല്ലാം കൂടി അടിച്ചു വാരി തുടക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ അതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ ഒന്ന് ഫ്രൂട്ട്സ് ഒന്ന് നോക്കിയതാണ് എന്തെങ്കിലുമൊക്കെ കേട് വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ കോൺ ഏകദേശം എന്തോ ഒരു രീതി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ഇന്ന് വൈകുന്നേരം കുട്ടികൾക്കൊരു ചീസ് കോൺ ഡിസ്ക് ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ള പ്ലാൻ ചെയ്തു. അപ്പോൾ ഇതാ ഒന്ന് അടിച്ചു വാരിയതിന് ശേഷം ഒന്ന് തുടച്ചിടുകയാണ് ഇവിടെ. അപ്പോഴത്തേക്ക് ആ സമയമാകുമ്പോഴത്തേക്ക് മക്കളെത്തി തുടങ്ങിയിട്ടുണ്ട്. ഇവർക്ക് വന്നതിനുള്ള ഫസ്റ്റ് പരിപാടി ഇതാണ്. മുറ്റമൊക്കെ ഒന്ന് വെള്ളമടിക്കുക, ക്ലീൻ. പിന്നെ അതോടൊപ്പം തന്നെ പ്ലാന്റ്സൊക്കെ നനക്കലും ആവുമല്ലോ. പിന്നെ ഇവർ പുറത്തുനിന്ന് തന്നെ കുളിച്ചിട്ട് കയറും. അപ്പോൾ ആ ചാൻസിൽ അതാ ചെറിയ ആളവിടെ സൈക്കിൾ ഓടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. വെയിൽ കൊള്ളല്ലേ എന്ന് ഞാൻ പറയുന്നതിന് വേണ്ടി അവൻ ദൂരെ പോയിട്ട് സൈക്കിൾ ഓടിക്കുകയാണ്. പിന്നെ മൂത്ത മക്കൾ അവിടെ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. ഇനിയിപ്പോൾ അവർ നോക്കിക്കോളും അവനെ. അപ്പം പിന്നെ അതുവരെ എനിക്ക് നോക്കണ്ടുള്ളൂ. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ കൂടെ അവനിക്ക് കളിക്കാനും അതുതന്നെ ഇഷ്ടം. അപ്പം മക്കളിങ്ങനെ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നമല്ല, മക്കളിങ്ങനെ ഉണ്ടാകുമ്പോഴുള്ളൊരു നല്ലൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ മൂന്നാമത്തെ ആൾ എല്ലാത്തിനും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നോളും. നമുക്ക് അവരെ അധികം ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യമായാലും ഇവരെ രണ്ടുപേരെയും കണ്ടിട്ട് അവന് അതൊക്കെ റെഡിയാക്കിക്കോളും. അപ്പോൾ ആ ടൈമിൽ ഇതാ വന്നു കഴിഞ്ഞാൽ ചെറിയ ആൾ കണ്ട് സോഫയൊക്കെ ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. നമ്മളിങ്ങനെ ഒന്ന് പെട്ടെന്നാണ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഗസ്റ്റ് കയറി വരൽ. അപ്പോൾ ഈ ഒരു സോഫൻ്റെ കവറുണ്ടല്ലോ, അതൊക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് തന്നെയാണ്. കവറെന്ന് പറയാൻ പറ്റില്ല, ഒരു ബ്ലാങ്കറ്റ് പോലെ. അപ്പോൾ അത് അത് നമ്മൾ ഇട്ട് കൊടുത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സോഫൻ്റെ കളർ ഒരു ബേജ് കളറാണ്. അപ്പോൾ അത് പെട്ടെന്ന് കച്ചറയാവും. അതുകൊണ്ടാണ് അതിന് പ്രൊട്ടക്ഷനായിട്ട് ആ കവർ ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് സോഫ ഇതുവരെ ഒന്നും ആയിട്ടില്ല. അവർ പ്രൊട്ടക്ഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ. ഇനിയിപ്പോൾ ഇതാ വേഗം ബീഫ് കറി ഉണ്ടാക്കണം. അങ്ങനെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ഉണ്ടാക്കാനില്ല. സിമ്പിളായിട്ടുള്ള ബീഫ് തന്നെയാണ് കുക്കറിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ചിട്ടിട്ട് നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ ബീഫ് കറി ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച്
അതിനൊന്നും റെസിപ്പീസൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള പണികളൊക്കെ നടക്കുന്നുണ്ട്. പാത്രം കഴുകലൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഡ്രസ്സ് വാഷിംഗ് മെഷീനിലിടൽ, അങ്ങനെ ഒരുപാട് പണിയുണ്ടല്ലോ. അതൊക്കെ അതിൻ്റെ ഇടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മക്കളത് വാഷിംഗ് മെഷീനിൽ നിന്ന് എടുത്തിട്ട് അത് ആറിയിടാനൊക്കെ അവർ തന്നെ മതി, അവരതൊക്കെ ചെയ്തോളും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു എന്താ പറയുക, നമ്മളിപ്പോൾ ആമക്കളായാലും പെൺമക്കളായാലും നമ്മൾക്ക് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഓരോ പണികൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. അത് കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതെന്നല്ല, അത് അവരെ സ്വഭാവത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിൻ്റെ കാര്യത്തിലായാലും ഒരുപാട് ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ റെസ്പോൺസിബിലിറ്റിൻ്റെ കാര്യത്തിലൊക്കെ ആയാലും ഇപ്പം ടെക്നോളജീസ് കൂടിയതുകൊണ്ട് കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഒരുവിധം അവർക്ക് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഫോൺ എടുത്തിട്ടിരിക്കില്ല, അങ്ങനത്തെ ഒക്കെ ഒരു പരിപാടിയാണല്ലോ. അപ്പം ഞാൻ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെയും ഞാൻ ഫോൺ എടുക്കാൻ വിടില്ല. ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ആദ്യം ചെയ്യുക, എന്താ വീട്ടിൽ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്നുള്ളത് അവരറിയണമല്ലോ. ഇപ്പം കണ്ടോ, ചില കുട്ടികളാണെങ്കിൽ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കും, ലൈക്ക് ആരെങ്കിലും ഗസ്റ്റ് വരികയാണെങ്കിൽ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഫോൺ നിർത്തി വെക്കുക, ടി വി കാണുകയാണെങ്കിൽ ടി വി ഓഫാക്കി വെക്കുക. അപ്പോൾ കുട്ടികളില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതൊന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവരൊരു റോബോട്ട് പോലെ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഫുഡൊക്കെ ഉണ്ടാക്കലൊക്കെ നടക്കുന്നുണ്ട്. ഏകദേശം ഇപ്പം ഞാൻ സാധാ ചോറാണ് ഇപ്പം ബീഫ് കറീൻ്റെ കൂടെ ഉണ്ടാക്കുന്നത്, നെയ്ച്ചോറല്ല, സാധാ ചോറും. നമ്മളിവിടെ സാധാ ചോറും ബീഫ് കറിയും കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. അതിൻ്റെ കൂടെ ചെറിയാൾക്ക് എന്തായാലും പപ്പടം വേണം. ചെറിയാൾക്കല്ല, രണ്ടാമത്തെ മോനിക്ക്. അവർ രണ്ടുപേരും മാത്രമേ പപ്പടം കഴിക്കാറുള്ളൂ. മൂത്ത മോനിക്ക് പപ്പടം അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പമുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണെങ്കിൽ നമുക്കത് പിന്നീട് ഒരു വലിയൊരു ഭാരമായിട്ട് ഫീൽ ചെയ്യില്ല. നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പം തന്നെ കിച്ചണും ഏകദേശം ക്ലീൻ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഞാനിപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഉള്ളി ഇതാക്കുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു പ്ലേറ്റ് കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ ആ തൊലിയൊക്കെ അപ്പം തന്നെ ഇതാക്കിയാൽ നമുക്ക് ഇത്, കാരണം നമ്മൾ തന്നെ ഇത് ലാസ്റ്റ് ചെയ്യണമല്ലോ. അപ്പം എല്ലാം കൂടി ആ സമയം തന്നെ ചെയ്യുമ്പോൾ എന്താവും, നല്ല ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പെട്ടെന്ന് ആര് കയറി വന്നാലും നമുക്കൊരു ഇത് തോന്നില്ല, കാരണം അതൊക്കെ ക്ലീൻ ആയിട്ട് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ക്ലീൻ കിച്ചൺ കാണുമ്പോഴാണ് നമ്മളെ മൈൻഡ് ഒന്ന് സെറ്റ് ആവില്ല, അല്ലെങ്കിൽ ആകെപ്പാടെ വട്ട് പിടിക്കും. കുട്ടികളോടൊക്കെ ഷൗട്ട് ചെയ്യാനും ഒക്കെ ഫീൽ ചെയ്യും. നമുക്ക് ഫുള്ള് ഈ പണികൾ കഴിഞ്ഞിട്ടും തീരുന്ന, കാരണം ഒന്നാമത് നമ്മളെ പണി എന്ന് പറഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, പിന്നെ ലഞ്ച് ഉണ്ടാക്കുക, പിന്നെ വൈകുന്നേരത്തെ ഫുഡ്, പിന്നെ രാത്രിയത്തെ ഫുഡ്, ഇങ്ങനെ ഒരു കിച്ചണിൽ തന്നെ കിടന്ന് ഇങ്ങനെ കറങ്ങേണ്ട ഒരു ടൈം വരാറുണ്ടല്ലോ ചില സമയത്ത്. പിന്നെ ഗസ്റ്റ് വെക്കുന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. പിന്നെ ഇപ്പോൾ ഇക്ക ഉണ്ടായപ്പം അധികവും കിച്ചണിൽ തന്നെയായിരുന്നു, കാരണം ഇക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഇക്ക താമസിക്കുന്ന സമയത്ത് ബാച്ചിലർ ഇതല്ല. അപ്പം മെയിൻലി ഇവിടെ വന്നു കഴിഞ്ഞാൽ അധികവും വീട്ടിലുള്ള ഫുഡ് തന്നെ കൊടുക്കാനാണ് നോക്കുക, പുറത്തുള്ള ഫുഡ് വാങ്ങൽ കുറവാണ്. അപ്പോൾ ഇതാ പപ്പടമൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം വേഗം അവരെ വിളിച്ചിട്ട് ആ സമയം കൊണ്ട് അവരെ പുറത്തുനിന്നുള്ള കുളിയൊക്കെ കഴിഞ്ഞു. അനിയനെയും കുളിപ്പിച്ചിട്ടുണ്ടാവും, കാരണം അത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ട, അവർ രണ്ടാളും കുളിപ്പിക്കുമ്പോൾ ഇവനും അതിൻ്റെ ഇടയിൽ പോയിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് പോകും. ഇവന് ഓൾറെഡി രാവിലെ പോകുമ്പോൾ ഒരു കുളിയും പിന്നെ വന്നിട്ടൊരു കുളിയൊക്കെ കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ ഒരു കുളി. അപ്പോൾ ഡോക്ടർ ഇപ്പം പറയാനുള്ള, ഡോക്ടർ ഇന്ന് പോയപ്പം തന്നെ പറഞ്ഞതിൻ്റെ മെയിൻ കാരണം ഈ ഒരുപാട് നേരം തല നനക്കുന്നതുകൊണ്ടാണ് കുട്ടിക്ക് ഈ ജലദോഷം വന്നതെന്നുള്ളതാണ്. അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട് തല ഒന്നും നനയ്ക്കരുതെന്ന്. അപ്പോൾ അവനിക്ക് ആ ഇതുണ്ടല്ലോ, ആ ക്യാപ്പ് ഉണ്ടല്ലോ, അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇവർ കുളിപ്പിക്കുന്ന സമയത്ത്. ആ സമയം കൊണ്ട് ഞാൻ വേഗം, ഇനിയിപ്പോൾ അവർ ഫുഡ് കഴിച്ച പാത്രം മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള പാത്രങ്ങളും ഞാൻ കഴുകി വെച്ച് ഇതൊക്കെ ചോറൊക്കെ വിളമ്പി വെക്കാണ്. ഇനിയിപ്പോൾ അവർക്ക് വന്നിട്ടൊന്ന് കഴിക്കുക എന്നുള്ള ഇത് മാത്രമാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമുക്കിങ്ങനെ കഴിഞ്ഞത്. വേറെ പ്രത്യേകിച്ച് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പം ഇനി ഒന്ന് കിടക്കാനുള്ള സമയം പോലും ഇല്ല. ഈ ഒരു ടൈം ഇന്ന് ഒന്നാമത് ലഞ്ച് നല്ല ലേറ്റായി, 3:30 മണിയാണ് നമ്മൾ ഏകദേശം ലഞ്ച് കഴിക്കുന്ന ടൈം തന്നെ. ഇനിയിപ്പോൾ ഒരു 4:15 ഇവരെ മോൻ്റെ സ്കൂട്ടർ റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് പോയി വാങ്ങണം. അങ്ങനെ പിന്നെ വൈകുന്നേരം ഇവരെ പഠിപ്പിക്കൽ അതൊന്നും ഞാൻ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ മോർണിംഗ് തൊട്ടിട്ടുള്ള ഈ ഒരു നേരം വരെയുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ, വ്ളോഗ്, റെസിപ്പീസ് വ്ളോഗൊക്കെ ആയിട്ട് ഉടൻ തന്നെ വരാം. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ സേഫ്. ടേക്ക് കെയർ. ബൈ.